തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യഫ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അധിനിവേശ നഗരമായ യാഫയിലെ ഒരു ഇസ്രായേലി സൈനിക കേന്ദ്രത്തെ യമൻ സായുധ സേന ലക്ഷ്യമിട്ടതായി പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം. സദാ ഗവൺമെന്റിൽ ഇസ്രായേലിന്റെ ഒരു ജെയിൻ ഷാർക്ക് A-36 രഹസ്യാന്വേഷണ ഡ്രോണും സേന വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ഗാസയിൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയ്ക്കും അമേരിക്കൻ പിന്തുണയോടെ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കും മറുപടിയായാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രതികാര നടപടി എന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമൻ വ്യക്തമാക്കുകയും ചെയ്തു. പാലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ വംശഹത്യ യുദ്ധത്തിനെതിരെ രാജ്യത്തിലെ എല്ലാ സ്വതന്ത്ര ജനങ്ങളും നിലകൊള്ളണമെന്ന് യമൻ സേന ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നിഷ്ക്രിയത്വത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം വ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും സേന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. യമനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് യമൻ സായുധ സേന വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗാസയിൽ വീണ്ടും അധിനിവേശം ആരംഭിച്ച ഇസ്രായേൽ ക്രൂരതയ്ക്ക് യാതൊരു വിധത്തിലുള്ള അയവും ഇതുവരെയും വന്നിട്ടില്ല. ഗുരുതരമായ പോഷകാഹാരക്കുറവും വരാനിരിക്കുന്ന ക്ഷാമവും മൂലം 60,000-ലധികം കുട്ടികൾ ഗാസയിൽ മരണത്തിന്റെ വക്കിലാണെന്നാണ് പാലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിർത്തി കടന്നുള്ള സുപ്രധാന സ്ഥലങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഇസ്രായേലിന്റെ തീരുമാനവും സ്ഥിതി കൂടുതൽ വഷളാക്കി കഴിഞ്ഞു. ഭക്ഷണവും ഇന്ധനവും മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആവശ്യമായ മാനുഷിക സഹായങ്ങൾ മുൻപിലേക്ക് ഇതുവരെയും പ്രവേശിക്കുന്നതിൽ ഇസ്രായേലിന്റെ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ഗാസയിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായി സേവ് ദി ചിൽഡ്രൻ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നുണ്ട്.